അപ്പോൾ എല്ലാവർക്കും റോസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുപ്പിയാട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇപ്പോൾ ഈ ബോട്ടിൽ ഞാൻ ഓൾറെഡി പെയിൻ്റ് എല്ലാം ചെയ്ത് ബേസ് കോട്ട് എല്ലാം ചെയ്ത് ഡ്രൈ ആയിരിക്കുന്ന ഒരു ബോട്ടിലാണ്. എങ്ങനെ ഒരു ബോട്ടിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഞാൻ മുൻപുള്ള വീഡിയോസിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബോട്ടിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഫെവിക്രിലിൻ്റെ മോൾഡിറ്റാണ് യൂസ് ചെയ്യണേ. അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതും എൻ്റെ മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഐ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ കുപ്പികളിൽ ഒട്ടിക്കുന്ന ക്ലേ ആണെങ്കിൽ വളരെ ഒരു മീഡിയം സൈസിൽ വേണം ചെയ്തെടുക്കാൻ. ഒത്തിരി ഹെവി ആവരുത്. അങ്ങനെ ഹെവി ആയിക്കഴിഞ്ഞാൽ അത് ബോട്ടിൽ നല്ല രീതിക്ക് ഒട്ടി നിൽക്കില്ല, അതിങ്ങ് പറഞ്ഞു പോരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ഒത്തിരി തിന്നാവാനും പാടില്ല, എന്നാൽ ഒത്തിരി ഹെവി ആവാനും പാടില്ല, ഒരു മീഡിയം സൈസ്. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ പോയിൻ്റി ആയിട്ട് രണ്ട് സൈഡിലും ചെയ്തിട്ട് ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇത് നല്ല എന്താ പറയുക, മേക്ക് ഷുവർ ചെയ്യുക എല്ലാം കോർണറും ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു ഫെവിക്കോൾ എടുത്ത് ആ ഒരു ഏകദേശം ഒരു ഷേപ്പിൽ ഫെവിക്കോള് വെച്ചിട്ട് അതിന് മേലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒത്തിരി ഫെവിക്കോളൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. വളരെ ജെൻറ്റിലായിട്ട് വേണം ഫെവിക്കോളൊക്കെ എടുക്കാനായിട്ട്. ഒത്തിരി യൂസ് ചെയ്താൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക നിരങ്ങിയിരിക്കും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഫെവിക്കോൾ എടുത്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബോട്ടിന് മേലെ കുറച്ച് ഷേപ്പുകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഞാനത് എങ്ങനെ ചെയ്തെടുക്കാം, ആ ഡിസൈൻ നമുക്ക് എങ്ങനെ വരുത്തിയെടുക്കാം എന്ന് കാണിച്ചു തരാം. 5-6 ബീഡ്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇങ്ങനെ ഒരു ചൂള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്ലേഡ് ഉണ്ടെങ്കിൽ ബ്ലേഡോ അല്ലെങ്കിൽ നൈഫിൻ്റെ പോയിൻ്റ് ആയിട്ടുള്ള ഭാഗം വെച്ചാണെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളത് കയ്യിൽ വെച്ച് ഒന്ന് പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകുവശം ഒന്ന് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ അത് പെർഫെക്റ്റ് സൈസ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതെല്ലാം നിങ്ങളിപ്പോൾ ഇതിൽ നോക്കിയാൽ കാണാൻ മനസ്സിലാവും. ഞാൻ അതിൻ്റെ ബാക്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട, അതുപോലെ തന്നെ ഒട്ടിക്കാനാണെങ്കിൽ അതുപോലെ ചെയ്യാം. ഇതുപോലെ ഒരു 3 ലെയർ നമ്മൾ ചെയ്തെടുക്കണം. ഓക്കെ, മൂന്ന് ബീഡ് സൈസിൽ ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ക്ലേ. അത് കഴിഞ്ഞ് ഈ 3 ബീഡും നമ്മൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ചെയ്തെടുക്കണം. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ടിൻ്റെ സൈഡിൽ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ 3 എണ്ണം ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ആദ്യത്തെ ഒരെണ്ണം ഞാൻ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് തൊട്ട് മുകളിലായിട്ട് വേണം മറ്റ് 2ഉം നമ്മൾ ചെയ്തത് വെച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഇഷ്ടമാണ് നമ്മളുടെ ബോട്ടിന് എങ്ങനെ വേണം അല്ലെങ്കിൽ എന്ത് ലുക്കായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പൈപ്പിംഗ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈപ്പിംഗ് എല്ലാം ഞാൻ താഴെയും മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു ഇമാജിൻ ഇത് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി കണ്ടു കഴിഞ്ഞാൽ എക്സാക്ട് സെയിം പോലെ ചെയ്യാതെ നമ്മളുടെ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ ഒരു ചേഞ്ചൊക്കെ വരുത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഹാഫ് വേ ഡണ്ണാണ്. ഇനി ഞാനിത് മേലെ ഫ്ലാഗ് എല്ലാം ചെയ്യാൻ പോവുകയാണ്. ഞാൻ കാണിച്ചു തരാം എന്നിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഏകദേശം നമ്മുടെ ക്ലേ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ കയർ ഒന്ന് പൈപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അങ്ങേയറ്റത്ത് ഒരു ആങ്കർ ഉണ്ട്, ടോപ്പിൽ ഫ്ലാഗ് ഉണ്ട്. ഇനി നമുക്കിതെല്ലാം കളർ ചെയ്തെടുക്കണം. ഞാൻ ആക്ച്വലി ബ്രൗണും ഗോൾഡും കോപ്പറും കൂടെ മിക്സ് ചെയ്തിട്ട് എനിക്കൊരു ഷെയ്ഡ് കിട്ടി. ഒരു വുഡൻ ഷെയ്ഡാണത്. അപ്പോൾ ആ കളറാണ്. അപ്പോൾ കുറച്ച് ഗ്ലോസിയുമാണ്. അപ്പോൾ കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയുണ്ട്. അങ്ങനെ ഞാനത് മൊത്തം ഈ സെയിം കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഈ സെയിം കളറിൽ അങ്ങ് അടിച്ചെടുക്കുവാണ്. അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിന് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വൈറ്റും ബ്ലാക്കും മിക്സ് ചെയ്ത് ചെയ്യാം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയുണ്ടാവും എന്നുള്ളത്. കണ്ടോ, ഇപ്പം ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി താഴെ നമുക്ക് വേവ്സ്, തിരമാലകൾ
പോലെ വരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലേ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നു പെർഫെക്റ്റ് ലുക്ക് കിട്ടുക പെയിൻറ്റ് ചെയ്യുമ്പോഴായിരിക്കുന്നു എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് വരച്ചെടുത്തിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം എപ്പോഴും വൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെയാണ് കളേഴ്സ് നമുക്കതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അവസാനം വേണം നമ്മളിപ്പോൾ ഇച്ചിരി ഒരു മെറ്റാലിക് ഷെയ്ഡ് പേളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പേൾ ഷെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനം അത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ ഹാഫ് വേ ഡണ്ണാണ്. ഇപ്പോൾ കണ്ടില്ല, ആദ്യം ഞാൻ വൈറ്റ് ഒരു ഇതായിട്ട് കൊടുത്തു, അതിന് മേലെ കൂടെ കുറച്ച് സീ ബ്ലൂ കളറ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതുപോലെ ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഏറ്റവും അവസാനമാണ് പേൾ ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാ പെയിൻറ്റിങ്ങിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് എയർ ഡ്രൈ ചെയ്തിട്ട് നമ്മളിതിന് മേലെ കുറച്ച് വാർണിഷും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുപ്പി ആർട്ട് സൂപ്പറായിട്ട് ഫിനിഷ് ചെയ്തു. വീഡിയോ കണ്ടതിൽ ഒത്തിരി സന്തോഷം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ.